ദക്ഷിണ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാരുടെ മാർച്ച് മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കുള്ള പരിഹാരങ്ങളും വീഡിയോയിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നമസ്കാരം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു യാദൃശ്ചികതയല്ല. പ്രപഞ്ചം നിങ്ങളെ ഈ നിമിഷത്തിലേക്ക് നയിച്ചതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുളടഞ്ഞ അധ്യായങ്ങൾ അവസാനിക്കാൻ പോകുന്നു എന്നതിൻ്റെ ദൈവികമായ അടയാളമാണിത്. കാർത്തിക, അഗ്നിദേവൻ അധിപനായ നക്ഷത്രം, സൂര്യന്റെ തേജസ്സുള്ള നക്ഷത്രം, മേടം രാശിയുടെ അവസാന പാദവും ഇടവം രാശിയുടെ ആദ്യ 3 പാദങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്ര സമൂഹം. പ്രപഞ്ചത്തിന്റെ ചൈതന്യത്തെ ജ്വലിപ്പിക്കുന്ന അഗ്നിയാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് വെളിച്ചം നൽകാൻ സ്വന്തം ജീവിതം എരിച്ചു കളഞ്ഞവരാണ് നിങ്ങൾ. പക്ഷേ ആ വെളിച്ചത്തിൽ മറ്റുള്ളവർ നടന്നപ്പോൾ നിങ്ങൾ മാത്രം ഇരുട്ടിലായിപ്പോയ ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു. ആ കാത്തിരിപ്പിന് വിരാമമാകുന്നു. ഭഗവാൻ സുബ്രഹ്മണ്യന്റെയും അഗ്നിദേവന്റെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങാൻ പോകുന്ന നിമിഷങ്ങളാണിത്. കാർത്തിക നക്ഷത്രക്കാരെക്കുറിച്ച് പറയുമ്പോൾ പുറമേ നോക്കുന്നവർക്ക് നിങ്ങൾ വളരെ കർക്കശക്കാരോ മുൻകോപികളോ ആയി തോന്നാം. എന്നാൽ ആ കനലിനുള്ളിൽ മൃദുവായ ഒരു ഹൃദയമുണ്ടെന്ന് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അറിയാവൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച മാനസിക പ്രയാസങ്ങൾ വിവരണാതീതമാണ്. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ നിങ്ങളെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സത്യസന്ധത പലപ്പോഴും ക്രൂരതയായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തില്ലല്ലോ, എന്നിട്ടും എനിക്കു മാത്രം എന്തേ ഇങ്ങനെ എന്ന് ചോദിച്ച് നിങ്ങൾ തളർന്നിരുന്നിട്ടുണ്ട്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ കയ്യിൽ വരുന്ന പണം എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത അവസ്ഥ. സ്വന്തം കഴിവിൽ വിശ്വസിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പാതി വഴിയിൽ തടസ്സപ്പെട്ടു. മറ്റുള്ളവരുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ പോയി ഒടുവിൽ കുറ്റക്കാരൻ നിങ്ങളായി മാറിയ സാഹചര്യങ്ങൾ എത്രയുണ്ടായി. നിങ്ങളുടെ മൗനത്തെപ്പോലും അഹങ്കാരമായി കണ്ട ഒരു ലോകത്തിനു മുന്നിൽ മനസ്സ് നീറി നിങ്ങൾ കരഞ്ഞ രാത്രികൾക്ക് ഈ പ്രപഞ്ചം സാക്ഷിയാണ്. എന്നാൽ ഓർക്കുക, സ്വർണം അഗ്നിയിൽ ഉരുകുന്തോറും അതിൻ്റെ മാറ്റുകൂടും. നിങ്ങളിപ്പോൾ സ്ഫുടം ചെയ്തെടുക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി സശ്രദ്ധം കേൾക്കുക. ഗ്രഹഗതികൾ മാറുകയാണ്. കാർത്തികയുടെ നക്ഷത്രാധിപനായ സൂര്യൻ ഇപ്പോൾ ഉച്ചസ്ഥായിയിലേക്ക് നീങ്ങുകയാണ്. നിങ്ങളുടെ രാശ്യാധിപന്മാരായ ചൊവ്വയും ശുക്രനും മേടം ഇടവം രാശികൾ നിങ്ങൾക്ക് അനുകൂലമായ സ്ഥാനങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. ജ്യോതിഷ നിയമപ്രകാരം കാർത്തികക്കാർക്ക് ശോധനയുടെ കാലം കഴിഞ്ഞു. ഇനി സാധനയുടെയും സിദ്ധിയുടെയും കാലമാണ്. ശനി ഭഗവാന്റെ പരീക്ഷണങ്ങൾ നിങ്ങളെ പാഠങ്ങൾ പഠിപ്പിച്ചു. ആ പാഠങ്ങൾ വരാനിരിക്കുന്ന വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനുള്ള നിങ്ങളുടെ കരുത്താണ്. ഈ വരുന്ന മാസങ്ങളിൽ, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ പ്രീതിയുള്ള നാളുകളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ സംഭവിക്കും. വർഷങ്ങളായി നടക്കാതിരുന്ന ഭൂമി സംബന്ധമായ ഇടപാടുകൾ പെട്ടെന്ന് സഫലമാകും. സർക്കാർ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങും. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി വരും. നിങ്ങളുടെ തേജസ് ലോകം അംഗീകരിക്കുന്ന സമയമാണിത്. നിങ്ങൾ സൂര്യന്റെ പുത്രീപുത്രന്മാരാണ്. കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, തലവേദന അല്ലെങ്കിൽ കണ്ണിനുണ്ടായിരുന്ന അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് ശമനമുണ്ടാകും. നിങ്ങളുടെ ശരീരത്തിൽ പുതിയൊരു ഊർജം നിറയുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. രോഗഭയത്താൽ നിങ്ങൾ മാറ്റിവെച്ച ആഗ്രഹങ്ങൾ ഇനി ധൈര്യമായി നടപ്പിലാക്കാം. നിങ്ങളുടെ വാക്കുകൾക്കിപ്പോൾ ഒരു പ്രത്യേക ശക്തിയുണ്ട്. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്ന, അംഗീകരിക്കുന്ന ഒരു സാഹചര്യം വരും. മുമ്പ് നിങ്ങളെ പുച്ഛിച്ചു തള്ളിയവർ നിങ്ങളുടെ ഉപദേശത്തിനായി കാത്തുനിൽക്കും. ജോലിസ്ഥലത്തായാലും സമൂഹത്തിലായാലും നിങ്ങളുടെ ശബ്ദം ഉയർന്നു തന്നെ നിൽക്കും. കാർത്തികക്കാർക്ക് ധനം വരുന്നത് പെട്ടെന്നായിരിക്കും. ലോട്ടറി എന്നല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് മുടങ്ങിക്കിടന്ന ശമ്പള കുടിശ്ശികയോ ലാഭവിഹിതമോ അല്ലെങ്കിൽ വിൽക്കാൻ വെച്ചിരുന്ന വസ്തുവിന് അപ്രതീക്ഷിതമായി വില കൂടുന്നതോ ആയ അവസ്ഥകളുണ്ടാകും. കടബാധ്യതകൾ തീർക്കാൻ കൃത്യമായ ഒരു വഴി പ്രപഞ്ചം നിങ്ങൾക്ക് തുറന്നു തരും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി ഏകാഗ്രത ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിച്ച ജോലി ലഭിക്കാനോ നിലവിലുള്ള ജോലിയിൽ പ്രമോഷൻ ലഭിക്കാനോ ഉള്ള സാധ്യതകൾ തെളിയുന്നു. അധികാരമുള്ള സ്ഥാനങ്ങൾ നിങ്ങളെ തേടിവരും. നിങ്ങളെ തകർക്കാൻ പിന്നിൽ നിന്ന് ചരടു വലിച്ചവർ സ്വയം കുഴിയിൽ വീഴുന്ന കാഴ്ച നിങ്ങൾ കാണും. നിങ്ങൾ ആരോടും പക വീട്ടാൻ പോകേണ്ടതില്ല. കാർത്തികയുടെ അഗ്നി നിങ്ങളുടെ ശത്രുദോഷങ്ങളെ ഭസ്മമാക്കും. സത്യം വിജയിക്കും. നിങ്ങളുടെ നിരപരാധിത്വം ലോകമറിയും. ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ മാറും. പങ്കാളിയുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ നീങ്ങി പരസ്പര ധാരണ വർദ്ധിക്കും. സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സമയം വന്നെത്തിക്കഴിഞ്ഞു.
വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സൂചനകൾ കാണുന്നു. നിങ്ങളുടെ ഉള്ളിലെ ദൈവികമായ ജ്വാല ഉണരുന്ന സമയമാണിത്. പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്നില്ല എന്ന തോന്നൽ മാറും. നിങ്ങൾക്കൊരു ഗുരുവിനെയോ അല്ലെങ്കിൽ ശരിയായ മാർഗനിർദ്ദേശത്തെയോ ലഭിക്കും. നിങ്ങളുടെ അന്തർജ്ഞാനം വളരെ ശക്തമാകും. ഭാഗ്യം നിങ്ങളുടെ വാതിലിൽ മുട്ടുമ്പോൾ അത് തുറന്നുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ ഊർജത്തെ പോസിറ്റീവായി നിലനിർത്താൻ ഈ ലളിതമായ കാര്യങ്ങൾ ചെയ്യുക. സുബ്രഹ്മണ്യ ഭജനം. കാർത്തിക നക്ഷത്രത്തിന്റെ അധിപൻ മുരുകനാണ്. ചൊവ്വാഴ്ചകളിലോ കാർത്തിക നക്ഷത്ര ദിവസങ്ങളിലോ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക. ഓം ശരവണഭവ മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും നീക്കും. എല്ലാ വൈകുന്നേരങ്ങളിലും വീട്ടിൽ ശുദ്ധമായ നെയ്യൊഴിച്ച ദീപം തെളിയിക്കുക. കിഴക്കോട്ട് നോക്കി ദീപം വയ്ക്കുന്നത് സൂര്യപ്രീതിക്കും ഐശ്വര്യത്തിനും ഉത്തമമാണ്. രാവിലെ ഉദയസൂര്യനെ നോക്കി കൈകൂപ്പി വന്ദിക്കുക. സാധിക്കുമെങ്കിൽ സൂര്യനമസ്കാരം ശീലിക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ചുവന്ന വസ്ത്രമോ ഗോതമ്പോ അല്ലെങ്കിൽ മധുരപലഹാരങ്ങളോ പാവപ്പെട്ടവർക്ക് നൽകുക. ഇത് ചൊവ്വയുടെയും സൂര്യന്റെയും ദോഷഫലങ്ങളെ കുറയ്ക്കും. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ കോപമാണ്. സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ചകളിൽ വെളുത്ത വസ്ത്രം ധരിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. കാർത്തിക നക്ഷത്രക്കാരെ, നിങ്ങൾ ജനിച്ചത് വെറുതെ ജീവിച്ചു മരിക്കാനല്ല. പ്രപഞ്ചത്തിന് നിങ്ങളെക്കൊണ്ട് ചില വലിയ കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്. നിങ്ങളൊരു വഴികാട്ടിയാണ്. മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ സത്യസന്ധത ഒരിക്കലും കൈവിടരുത്. പലരും നിങ്ങളെ അഹങ്കാരി എന്ന് വിളിച്ചേക്കാം, പക്ഷേ അത് നിങ്ങളുടെ ആത്മവിശ്വാസമാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് സുവർണ കാലഘട്ടമാണ്. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത നിങ്ങളുടെ പോരാട്ട വീര്യത്തിനുള്ള സമ്മാനമാണിത്. ഇനി നിങ്ങൾ തനിച്ചല്ല, പ്രപഞ്ചശക്തി നിങ്ങളെ നയിക്കുന്നു. പ്രിയപ്പെട്ട കാർത്തിക നക്ഷത്രക്കാരെ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ ഉറപ്പിക്കുക, നിങ്ങളുടെ നല്ല കാലം തുടങ്ങിക്കഴിഞ്ഞു. വിധി നിങ്ങളെ ഇവിടെ എത്തിച്ചത് വെറുതെയല്ല. ഈ മാറ്റത്തെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുക. നിങ്ങളുടെ കണ്ണീർ കനലായി മാറിയ കാലം കഴിഞ്ഞു. ഇനി ആ കനൽ പ്രകാശമായി മാറാൻ പോകുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ശുഭവാർത്തകൾ നിങ്ങളെ തേടിവരും. യാത്രകളിൽ സൂക്ഷിക്കണമെന്നും എന്നാൽ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്നും പ്രപഞ്ചം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ട കാർത്തിക നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുക. നന്മ പങ്കുവയ്ക്കുമ്പോൾ അത് ഇരട്ടിയായി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചുവരും. നിങ്ങളുടെ പ്രാർത്ഥനകൾ സഫലമാകട്ടെ. ഭഗവാൻ സുബ്രഹ്മണ്യന്റെയും സർവേശ്വരന്റെയും അനുഗ്രഹം എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓം ശാന്തി ശാന്തി.